Hi everyone, once again welcome back to EduTutor. Today we are starting a new paper, Indian Literature. ഇന്ന് നമ്മൾ പുതിയൊരു വിഷയത്തിലോട്ട് കടക്കുകയാണ്. ഇന്ത്യൻ ലിറ്ററേച്ചർ MEG 14. ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് യൂണിറ്റ് 4 യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ബ്ലോക്കിൽ 4 യൂണിറ്റ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ യൂണിറ്റാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 1, ദ കൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ. സാധാരണയായിട്ട് MEG 14 എന്ന് പറയുമ്പോൾ പല കുട്ടികളുടെ മൈൻഡിൽ ഓടുക വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും ഇത്. കാരണം എന്താ, ഇതിൽ കുറേയധികം ടോപ്പിക്സ് പഠിക്കാനുണ്ട്. ലൈക്ക് ലിറ്ററേച്ചർ, ഹിസ്റ്ററി, ലാംഗ്വേജ്, കൾച്ചർ, അതുപോലെ ഇന്ത്യ ആസ് എ നേഷൻ. അപ്പോൾ ഇത്രയും ടോപ്പിക്സുകൾ കവർ ചെയ്യുക എന്നുള്ളത് ആലോചിച്ചിട്ടാണ് നിങ്ങൾക്ക് പേടി വരുന്നത്. ബട്ട് ഡോണ്ട് വറി, ഈ ഒരു യൂണിറ്റ് വളരെ മനോഹരമായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് എടുത്തു തരാനായിട്ട് ഞാൻ ശ്രമിക്കാം. പിന്നെ എനിക്ക് നിങ്ങളിൽ നിന്നൊരു ഫീഡ്ബാക്ക് കിട്ടാനുണ്ട്. ഞാൻ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കുന്നതാണോ മലയാളത്തിൽ ക്ലാസ് എടുക്കുന്നതാണോ നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത്. ഞാനിപ്പോൾ മലയാളത്തിലാണ് എടുക്കുന്നത്, മിക്സ് ചെയ്ത് ചിലപ്പോൾ എടുക്കും. ഓക്കെ, നമുക്ക് നോക്കാം. പക്ഷേ കംപ്ലീറ്റ് ഇംഗ്ലീഷിൽ തന്നെ ക്ലാസ് എടുക്കണം എന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അതിനനുസരിച്ച് ഞാൻ മൂവ് ചെയ്യാം. So let's don't waste time, and here we go with Unit 1, Indian Literature. What is Indian Literature? എന്താണ് ഇന്ത്യൻ ലിറ്ററേച്ചർ? ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിച്ചതാണ്. വാട്ട് ഈസ് ഇന്ത്യൻ ലിറ്ററേച്ചർ? ഞാൻ ജസ്റ്റ് പോസ് ചെയ്യുകയാണ്. നിങ്ങൾ തന്നെ ആൻസർ ഒന്ന് പറയാൻ ശ്രമിക്കൂ. എന്തായിരിക്കും ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്? നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഐഡിയ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. നമുക്ക് നോക്കാം ആൻസർ ശരിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് കമൻറ്റ് ചെയ്തത്. അതിനുശേഷം മാത്രം നിങ്ങൾ ഫർദർ വീഡിയോ കാണുക. നിങ്ങൾ പറഞ്ഞ ആൻസർ ശരിയാണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, കുറച്ച് പേരെങ്കിലും ആൻസർ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇന്ത്യൻ ലിറ്ററേച്ചർ മീൻസ് ലിറ്ററേച്ചർ റിട്ടൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വെച്ച് എഴുതിയിരിക്കുന്ന ലിറ്ററേച്ചറിനെയാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഈസ് ദാറ്റ് കറക്റ്റ്? ഈ പറഞ്ഞ ഉത്തരം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് ശരിയാണോ തെറ്റാണോ? അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഈ പറഞ്ഞ ഉത്തരം ശരിയാണോ തെറ്റാണോ? ശരിയാണെങ്കിൽ യെസ്, തെറ്റാണെങ്കിൽ നോ. ഇത് പാർഷ്യലി കറക്റ്റാണ്. പാർഷ്യലി എന്ന് വെച്ചാൽ മുഴുവനായിട്ടും ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിൻ്റെ കാരണം എന്തായിരിക്കും? സോ ലെറ്റ് മീ ടെൽ യു. ബിക്കോസ് ഇന്ത്യ ഹാസ് മെനി ലാംഗ്വേജസ്. ഇന്ത്യയിലാകെ ഒരു ലാംഗ്വേജാണോ ഉള്ളത്? അല്ല, ഇന്ത്യയിൽ ധാരാളം ലാംഗ്വേജസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ എഴുതിയത് കൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ലിറ്ററേച്ചർ എഴുതിയത് കൊണ്ട് അതിനെ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയാമെന്ന് പറയുന്നതിനോട് ഫുള്ള് നമുക്ക് കറക്റ്റാണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. അതൊരു പാർഷ്യലി കറക്റ്റാണ്. നമ്മുടെ ഇന്ത്യയിൽ ഏതൊക്കെ ലാംഗ്വേജസ് ഉള്ളത്? ഒന്നല്ല എന്ന് പറഞ്ഞു അല്ലേ? മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ, ബംഗാളി, തെലുഗു, മറാഠി, ഉറുദു, പഞ്ചാബി, അങ്ങനെ ഒട്ടനവധി ലാംഗ്വേജസ് ഉള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. ആൻഡ് വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ദാറ്റ്, അല്ലേ? വി ഷുഡ് ബി പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. ഇഫ് എവറി ലാംഗ്വേജ് ഹാസ് ഇറ്റ്സ് ഓൺ ലിറ്ററേച്ചർ, then how can we call all these different literatures one Indian literature? നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ധാരാളം ലാംഗ്വേജസ് ഉണ്ടെന്ന്. അപ്പോൾ ഈ ഓരോ ലാംഗ്വേജസിനും ഓരോ ലിറ്ററേച്ചേഴ്സും ഉണ്ടായിരിക്കും ഇല്ലേ? കേരളയിൽ നമുക്ക് മലയാളം ലിറ്ററേച്ചർ ഉണ്ട്, കർണാടകയിൽ കന്നഡ ലിറ്ററേച്ചർ ഉണ്ട്. അങ്ങനെ ഓരോ സ്റ്റേറ്റിനും ഓരോ ലിറ്ററേച്ചർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ്
ഈ ഇത്രയും ലാംഗ്വേജസ് ഉള്ള ഈ കൺട്രിയിൽ നിന്നും വരുന്ന ലിറ്ററേച്ചറിനെ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയാൻ പറ്റുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണത് പറയുക? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൈ ഈസ് ഇന്ത്യൻ ലിറ്ററേച്ചർ ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ? ഈ ഒരു ചോദ്യത്തിനെ നമുക്ക് ബേസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ലിറ്ററേച്ചറിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ ഇത്രയും നമ്മൾ ബുദ്ധിമുട്ടുന്നത്? അതെന്താണ് കാരണം? നോക്കാം. നമുക്കിതിൻ്റെ ആൻസർ പോയിൻറ്റ്സുകളായിട്ട് നോക്കാം. ലാംഗ്വേജ്. ഇന്ത്യ ഹാസ് മെനി ലാംഗ്വേജസ്. എവറി ലാംഗ്വേജ് ഹാസ് ഇറ്റ്സ് ഓൺ റൈറ്റേഴ്സ്. ഇന്ത്യയിൽ ധാരാളം ലാംഗ്വേജസ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിലും റൈറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ മലയാളം എഴുതുന്ന റൈറ്റേഴ്സ് ആയിരിക്കില്ല തമിഴ്നാട്ടിലുള്ള റൈറ്റേഴ്സ്. അപ്പം അങ്ങനെ ഓരോ സ്റ്റേറ്റിലും അവരുടെ ഭാഷയോടനുബന്ധിച്ചിട്ടുള്ള ഭാഷ അറിയുന്ന റൈറ്റേഴ്സാണ് കൂടുതലായിട്ടും കാണുന്നത്. റിലീജിയൻ. ഇന്ത്യ ഹാസ് ഹിന്ദുയിസം, ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ബുദ്ധിസം, ജൈനിസം, സിഖിസം. ഓൾ ഇൻഫ്ലുവൻസ്ഡ് ലിറ്ററേച്ചർ. അതുപോലെ കൾച്ചർ. ഫുഡ്, ഡ്രസ്, ഫെസ്റ്റിവൽസ്, കസ്റ്റംസ് ചേഞ്ച് ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ഡ്രസ്സിങ് സ്റ്റൈല്, ഫെസ്റ്റിവൽസ്, കസ്റ്റംസ്, ഇതെല്ലാം തന്നെ ഓരോ സ്റ്റേറ്റിലും വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കൺക്ലൂഷൻ. സോ ഇന്ത്യൻ ലിറ്ററേച്ചർ ഈസ് നോട്ട് വൺ ലാംഗ്വേജ്. ഇറ്റ് ഈസ് മെനി ലിറ്ററേച്ചേഴ്സ് കണക്റ്റഡ് ടുഗെദർ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസർ ഇതാ ഇവിടെ വന്നു. ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അത് ഒരു സിംഗിൾ ലാംഗ്വേജ് അല്ല. ഇറ്റ്സ് നോട്ട് വൺ ലാംഗ്വേജ്. കാരണം മെനി ലിറ്ററേച്ചേഴ്സ് കണക്റ്റഡ് ടുഗെദർ. ധാരാളം ലിറ്ററേച്ചേഴ്സ് ഇന്ത്യയിലുണ്ട്. ഇതെല്ലാം കണക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ദി ഐഡിയ ഓഫ് ഇന്ത്യ. നമുക്ക് യൂണിറ്റ് 1 തന്നെ വേറൊരു ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ആദ്യം തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വെൻ വാസ് ഇന്ത്യ ബോൺ? ഇതിൻ്റെ ആൻസർ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാൻ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ആൻസർ പറയാം. അതിനു മുന്നേ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ തമ്മിലൊരു ഇൻട്രാക്ഷൻ വേണം പഠിപ്പിക്കുമ്പോൾ. അപ്പോൾ അത് കുറച്ചും കൂടി നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഞാൻ പറയുന്നത് മാത്രം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ചിന്തിക്കാനുള്ള കപ്പാസിറ്റി കിട്ടില്ല. അതുകൊണ്ടാണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ വീഡിയോ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. (1947) ഇങ്ങനെ ആൻസർ ചെയ്തവർ എത്ര പേരുണ്ട് നോക്കട്ടെ. 1947. ഇങ്ങനെ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം അല്ലേ. 1947 അത് ശരിയാണോ? 1947 ഇന്ത്യ ബോൺ ചെയ്തത്? ആണോ? പൊളിറ്റിക്കലി യെസ്, ബട്ട് കൾച്ചറലി ഇന്ത്യ എക്സിസ്റ്റഡ് thousands of years before independence. 1947 എന്നുള്ള വർഷത്തിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത്. ശരിയാണ്, നിങ്ങൾ പറഞ്ഞ ആൻസർ ശരിയാണ്. ഇന്ത്യ ബോൺ ചെയ്തത് 1947 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് സ്വാതന്ത്ര്യം ലഭിച്ചത്. പക്ഷേ ഈ 1947 മുൻപ് ഒരു ഇന്ത്യ ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. ഇന്ത്യ വാസ് ദേർ. ഇന്ത്യ ഉണ്ട്. 1947 മുന്നും ഇന്ത്യ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്? കൾച്ചറലി ആണെങ്കിൽ ഓക്കെ, ഇതിൻ്റെയൊക്കെ ആൻസർ നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ കൾച്ചറലി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ thousands of years before ഇന്ത്യ വാസ് എക്സിസ്റ്റിംഗ്. ഇന്ത്യ ഉണ്ട്. പീപ്പിൾ ഷെയർഡ് റിലീജിയൻ, എപ്പിക്സ്, പിൽഗ്രിമേജസ്, സ്റ്റോറീസ്, ഫിലോസഫി, traditions that created one civilization. നമുക്കിനി അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോകാം. ജവഹർലാൽ നെഹ്റു.
Nehru wrote a famous book called The Discovery of India. He says India has many differences, different languages, different food, different customs, yet India has one cultural unity. Unity in diversity means different outside, united inside. For example, Kerala celebrates Onam, Tamil Nadu celebrates Pongal, Punjab celebrates Vaisakhi, different festivals, but all belong to India. ജവഹർലാൽ നെഹ്റുവിൻ്റെ മനോഹരമായിട്ടുള്ളൊരു പുസ്തകമാണ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. ആ ഒരു ബുക്കിൽ അദ്ദേഹം ഈ പറയുന്ന കൺസെപ്റ്റുകളെ കുറിച്ചിട്ട് ധാരാളം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തോട്ട്സ്. ഇന്ത്യ എന്ന് പറയുന്നത് വേരിയസ് കൾച്ചേഴ്സ് ഉള്ളതാണ്. വേരിയസ് എന്ന് പറഞ്ഞ പോലെ റിച്ച് കൾച്ചേഴ്സ് എന്ന് തന്നെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. റിച്ച് കൾച്ചേഴ്സ് ഉള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. പക്ഷേ എത്രയൊക്കെ നമുക്ക് റിലീജിയൻ ആവട്ടെ, കൾച്ചറാവട്ടെ, എന്തും നമ്മൾ വേറെ 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 സെലിബ്രേറ്റ് ചെയ്താലും നമ്മളെല്ലാവരും അൾട്ടിമേറ്റ്ലി ആരാണ്? ഇന്ത്യൻസാണ്, അല്ലേ? നമ്മൾ ഇന്ത്യനാണ്. അപ്പോൾ ആ ഒരു ഇന്ത്യൻ ബ്ലഡ് നമ്മളിലുണ്ട്. അത് തമിഴ് പീപ്പിളാകട്ടെ, പഞ്ചാബ്സ് ആകട്ടെ, ആരുമാകട്ടെ, നമ്മുടെ കൾച്ചറിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ടായിരിക്കും. ബട്ട് അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരും ഇന്ത്യൻസാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ യൂണിറ്റിൽ പറയുന്നത് ഭാരത് മാതയെ കുറിച്ചിട്ടാണ്. ഭാരത് മാത. ഡ്യൂറിങ് ദ ഫ്രീഡം സ്ട്രഗിൾ, ലീഡേഴ്സ് ടോൾഡ് പീപ്പിൾ വി ഓൾ ബിലോങ് ടു വൺ മദർലാൻഡ്. ദാറ്റ് ഐഡിയ യുണൈറ്റഡ് ഇന്ത്യൻസ്. ഫ്രീഡം സ്ട്രഗിളിന് വേണ്ടിയിട്ട് ധാരാളം നമ്മുടെ ലീഡേഴ്സ് സ്ട്രഗിൾ ചെയ്തിരുന്നു, സഫർ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് അവരുടെ വായിൽ നിന്നും വന്ന ഒരു കൺസെപ്റ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഞങ്ങളുടെ മദർലാൻഡാണ് എന്ന് അവർ ഇന്ത്യ ഹോൾഡ് ചെയ്ത് ഇന്ത്യയിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവർ ഒത്തൊരുമിച്ച് ഒരു മുദ്രാവാക്യം പോലെ അവർ വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ് ഇന്ത്യ ഈസ് ആർ മദർലാൻഡ് എന്ന്. ഞങ്ങൾ ഓരോ വ്യക്തികളും ഇന്ത്യയിൽ ഞങ്ങളുടെ മദർലാൻഡായിട്ട് ഇന്ത്യനെ കാണുകയാണ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. ആ ഒരു മദർലാൻഡ് എന്ന ഒരു പദത്തിൽ നിന്നുമാണ് ഭാരത് മാത എന്നൊരു കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയാൻ പോലും പറ്റില്ല. ആ ഒരു കാര്യം നമ്മുടെ ഇന്ത്യൻസിൽ നമ്മുടെ ഓരോ വ്യക്തികളിലും എന്തായി മാറ്റി ഞാനൊരു ഇന്ത്യനാണ് എന്നൊരു ബോധം പിന്നീട് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഐഡിയ തന്നെയാണ് ഇന്ത്യയിൽ ഓരോ വ്യക്തിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാഹോദര്യ സ്നേഹം പിന്നീട് നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിച്ചതും. നിസിം എസെക്കിയേൽ, he said, in other countries I am a foreigner. In India I am an Indian. This means India is our home despite differences. നിസിം എസെക്കിയേലിൻ്റെ മനോഹരമായിട്ടുള്ള വേർഡ്സുകളാണിത്. ഞാൻ വേറെ ഏത് രാജ്യത്ത് പോവുകയാണെങ്കിലും ഞാനൊരു ഫോറിനറായിട്ട് തന്നെ നിൽക്കും. അതേസമയം ഇന്ത്യയിൽ ഞാനൊരു ഇന്ത്യനായിട്ടാണ് തല ഉയർത്തി നിൽക്കുന്നത്. അത് അദ്ദേഹം പറയാൻ ഉള്ള ഒരു കാരണം ദിസ് മീൻസ് ഇന്ത്യ ഈസ് ആ ഹോം ഡിസ്പൈറ്റ് ഡിഫറൻസസ്. ഇന്ത്യയിൽ എത്രയൊക്കെ വെറൈറ്റീസ് ഓഫ് കൾച്ചേഴ്സ് ഉണ്ടെങ്കിലും, എത്രയൊക്കെ ഡൈവേഴ്സിറ്റീസ് ഉണ്ടെങ്കിലും, ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഹോം ആണ് എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നും വന്നിട്ടുള്ള ഒരു കൊട്ടേഷനാണ്, ഒരു കോട്ടാണിത്. അടുത്തതായിട്ട് ഇതേ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു വ്യക്തിത്വമാണ് KM ജോർജ്. എവറി വീക്ക് ഈസ് എ ലാംഗ്വേജ്. മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ ടുഗെദർ they produce one bright light. That bright light is Indian literature. ഇവിടെ KM ജോർജ് ഇന്ത്യയുടെ കൾച്ചറിനെ ഒരു ട്രഡീഷണൽ ലാമ്പുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഈ ലാമ്പിൽ ധാരാളം വിക്സ് ഉണ്ട്. ആ വിക്കുകൾ ഓരോന്നും തന്നെ ലൈറ്റ് ചെയ്യുന്നത്
തിരികൾ ഓരോന്നും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോ ലാംഗ്വേജുകളെയാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഈ എല്ലാ വിക്കുകളും കത്തുന്നത് ഒരേ വിളക്കിൽ നിന്നുമാണ്. അപ്പോൾ അത് ഇന്ത്യയെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ. സിസിർ കുമാർ ദാസ്, he says, Indian literature is not one literature. It is many literatures. Each language has its own identity, but all share history, culture, religion, ideas. സിസിർ കുമാർ ദാസിൻ്റെ അഭിപ്രായ പ്രകാരം ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു ലിറ്ററേച്ചർ അല്ല, മറിച്ച് പല ലിറ്ററേച്ചേഴ്സും കൂടിയിട്ടുള്ളതാണ്. കാരണം ഓരോ ലാംഗ്വേജിനും ഓരോ ഐഡൻറ്റിറ്റി ഉണ്ട്, അതിൻ്റേതായ സവിശേഷതകളുണ്ട്. പക്ഷേ എല്ലാം ഷെയർ ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി ഹിസ്റ്ററി, കൾച്ചർ, റിലീജിയൻ, ഈ ഐഡിയാസ് എല്ലാം തന്നെ ഷെയർ ചെയ്യപ്പെടുന്നുമുണ്ട്. സുജിത് മുഖർജി, he says, India needs one literary history covering all Indian languages. സുജിത് മുഖർജിയുടെ അഭിപ്രായ പ്രകാരം ഇന്ത്യക്ക് ഒരു ലിറ്ററേച്ചർ തന്നെ ആവശ്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ ലാംഗ്വേജുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഒരു ഹിസ്റ്ററി എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്ക് വേണ്ടി ഒരു വൺ ലിറ്റററി ഹിസ്റ്ററി അത് ആവശ്യമാണ്. ഇനി അടുത്തായിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. വെൻ വി ഹിയർ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ലിറ്ററേച്ചർ, വാട്ട് ലാംഗ്വേജ് കംസ് ടു മൈൻഡ്? ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇൻട്രസ്റ്റിംഗ് ആണോ? നമുക്കിനിയും പഠിക്കാനുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഈ ഒരു യൂണിറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും അത്രേ നമ്മളിവിടെ നോക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യണം. വെൻ വി ഹിയർ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ലിറ്ററേച്ചർ, വാട്ട് ലാംഗ്വേജ് കംസ് ടു മൈൻഡ്? ഏത് ലാംഗ്വേജാണ് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ആദ്യം വരുന്നത്? സാൻസ്ക്രിത്, തമിഴ്, പ്രാകൃത്, പാലി, കന്നഡ, തെലുഗു. ഇതിൽ ചിലരെങ്കിലും സാൻസ്ക്രിത് മാത്രം വിചാരിച്ചവരുണ്ടായിരിക്കും. അങ്ങനെ ആരെങ്കിലും സാൻസ്ക്രിത് മാത്രമാണ് ഈ നിങ്ങളുടെ മൈൻഡിൽ ഓടിയതെങ്കിൽ ഒന്ന് പറയണം, ഒന്ന് കമൻ്റായിട്ട്. സാൻസ്ക്രിതിൻ്റെ പ്രത്യേകതകൾ എന്താ? സാൻസ്ക്രിത് ഇറ്റ് മെൻഷൻസ് വേദാസ്, ഉപനിഷത്ത്, രാമായണ, മഹാഭാരത, കാളിദാസ, ഭാസ. തമിഴ് ലിറ്ററേച്ചറിൻ്റെ പ്രത്യേകതകൾ സംഗം ലിറ്ററേച്ചർ, തൊൽക്കാപ്പിയം, സിലപ്പടികാരം, മണിമേഖലൈ. സാൻസ്ക്രിത് ആൻഡ് തമിഴ് ഇൻഫ്ലുവൻസ്ഡ് ഈച്ച് അതർ. ഇനി സാൻസ്ക്രിതിൻ്റെയും തമിഴിൻ്റെയും അതെങ്ങനെയാണ് രണ്ടും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. Although Sanskrit and Tamil belong to different language families, they shared ideas, stories, religion and literary traditions for many centuries. Both languages enriched each other. സംസ്കൃത് ആവട്ടെ തമിഴ് ആവട്ടെ രണ്ട് ലാംഗ്വേജസ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിൽ ഈ രണ്ട് ലാംഗ്വേജസും അവരുടെ ആ ലാംഗ്വേജ് ഫാമിലി അവർ ഐഡിയാസ്, സ്റ്റോറീസ്, റിലീജിയൻ, അതുപോലെ ലിറ്റററി ട്രഡീഷൻസ് ഇതെല്ലാം മെനി സെഞ്ച്വറീസ് എഗോ സെഞ്ച്വറീസുകളായിട്ട് അവർ അവരുടെ തോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതിന് ഒരു ചെറിയ കണക്ടിവിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഈ രണ്ട് ലാംഗ്വേജസ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം എൻറിച്ചിങ് ആയിട്ടുള്ള, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യൻസിന് നമുക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന ഈ രണ്ട് ലാംഗ്വേജസാണ്. എന്നുവെച്ചാൽ വളരെ എൻറിച്ച് ആയിട്ടുള്ള രണ്ട് ലാംഗ്വേജസാണ് സാൻസ്കൃതും തമിഴും. എന്നുവെച്ചാൽ ബാക്കിയുള്ള ലാംഗ്വേജസ് മോശമാണെന്നല്ല, പക്ഷെ ഇത് ഹിസ്റ്റോറിക്കലി നമ്മൾ പഠിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും വാസ്റ്റ് ആയിട്ടുള്ള കുറേ അധികം ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ, ലിറ്റററി ട്രഡീഷൻസ് എല്ലാം നമുക്ക് ഈ ലാംഗ്വേജസിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. എക്സാമ്പിൾ നോക്കാം. ദ രാമായണ. ദ ഒറിജിനൽ രാമായണ വാസ് റിട്ടൺ ബൈ വാൽമീകി ഇൻ സാൻസ്കൃത്. ലേറ്റർ ദ തമിഴ് പോയറ്റ് കാമ്പാർ wrote the Kampa Ramayanam in Tamil. Kampa did not simply translate the story,
he adapted it to Tamil culture, style, and poetic tradition. The story came from Sanskrit, but Kambar made it a masterpiece of Tamil literature. സംസ്കൃത് ഭാഷയിൽ വാൽമീകിയാണ് രാമായണം എഴുതിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. പക്ഷെ അതിന് ശേഷം തമിഴ് പോയിറ്റായിട്ടുള്ള കാമ്പാർ അദ്ദേഹം രാമായണം എഴുതിയിട്ടുള്ളത് തമിഴിലാണ്. ദ കാമ്പ എന്നാണ് അത് അറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ കാമ്പാർ അത് വെറുതെ ഒരു സ്റ്റോറി ആയിട്ട് വെറുതെ ഇങ്ങനെ ട്രാൻസ്ലേഷൻ നടത്തുകയല്ല ചെയ്തത്, മറിച്ച് തമിഴ് കൾച്ചർ, സ്റ്റൈൽ, ഒരു പോയറ്റിക് ട്രഡീഷൻ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. ബേസിക്കലി രാമായണം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊരു സംസ്കൃത സ്റ്റോറിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ കാമ്പാരത എഴുതുമ്പോൾ അത് തമിഴ് ലിറ്ററേച്ചറുമായിട്ടാണ് അദ്ദേഹം ബന്ധപ്പെടുത്തുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ദ മഹാഭാരത. ദ മഹാഭാരത ഈസ് എ സാൻസ്ക്രിത് എപ്പിക് ബൈ വ്യാസ. Tamil Sangam poems mention characters like Arjuna, Bhima, Duryodhana and Krishna even before the Tamil version of the epic appeared. This shows that Sanskrit epic traditions had reached Tamil society. മഹാഭാരതം എഴുതിയിട്ടുള്ളത് വ്യാസയാണ്. അദ്ദേഹം ഒരു സംസ്കൃത പോയിറ്റാണ്. അതുകൊണ്ട് തന്നെ സംസ്കൃത ഭാഷയിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതേസമയം തമിഴ് സംഘം പോയംസ് അവർ ഇതേ വർക്ക് മഹാഭാരത എഴുതാനായിട്ട് ശ്രമിച്ചപ്പോൾ ഈ പറയുന്ന ക്യാരക്ടേഴ്സ് ലൈക്ക് അർജുന, ഭീമ, ദുര്യോധന, കൃഷ്ണ ഇവരെല്ലാം എടുത്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈ പറയുന്ന മഹാഭാരത എഴുതുന്നത്. തമിഴ് സംഘം പോയിറ്റ്സാണ് എഴുതുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ശരിക്കും ഈ സംസ്കൃത് തമിഴ് ലാംഗ്വേജിലോട്ട് മാറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ അതിന് മുൻപേ തന്നെ അവർക്ക് അതെല്ലാം എഴുതാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ഒരു കണക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഓൾറെഡി തമിഴ് സൊസൈറ്റിയിൽ ഈ പറയുന്ന സംസ്കൃതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. അടുത്തൊരു എക്സാമ്പിളാണ് സംഘം ലിറ്ററേച്ചർ. Ancient Tamil Sangam poetry refers to Krishna, Pandavas, Kurukshetra war, Bhishma, Drona. These characters originally belong to Sanskrit epic tradition. Conclusion: Tamil poets were familiar with Sanskrit stories. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് സംഘം ലിറ്ററേച്ചറിന് തന്നെ എടുക്കാം. ഏൻഷ്യൻ്റ് തമിഴ് സംഘം പോയട്രികളെ നമുക്ക് റെഫർ ചെയ്യാൻ സാധിക്കുന്നത് കൃഷ്ണ, പാണ്ഡവസ്, കുരുക്ഷേത്ര വാർ, ഭീഷ്മ, ദ്രോണ ഈ ക്യാരക്ടേഴ്സിനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതെല്ലാം തന്നെ സംസ്കൃത് എപ്പിക് ട്രഡീഷനിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു കൺക്ലൂഡിങ് പാർട്ടിലോട്ട് കടക്കുമ്പോൾ തമിഴ് പോയറ്റ്സും സംസ്കൃത് സ്റ്റോറീസും തമ്മിലുള്ള ഒരു ബന്ധത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ നോട്ട്സ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നിലവിൽ എനിക്ക് തരാൻ സാധിക്കില്ല. ലൈക്ക് ഒക്ടോബർ, നവംബർ മന്തുകളിൽ വേണമെങ്കിൽ എനിക്കത് PDF ആയിട്ട് നിങ്ങൾക്ക് തരാൻ സാധിക്കും. പക്ഷേ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമാണ് ഞാൻ ഈ ഒരു അവൈലബിലിറ്റി നൽകുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. യൂണിറ്റ് 1ൻ്റെ ബ്ലോക്ക് 1ൽ യൂണിറ്റ് 1. അപ്പോൾ ഓരോ ബ്ലോക്കും നമുക്കിങ്ങനെ യൂണിറ്റ് വൈസ് ആദ്യം നോക്കിയതിന് ശേഷം കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിരിക്കും ഞാൻ PDF ആയിട്ട് നിങ്ങൾക്ക് തരിക. ഓക്കെ, അത് മെയിൽ അയച്ച് തരാം. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ആവശ്യമാണെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. പിന്നെ നിങ്ങളുടെ ഓരോ കമൻറ്റ്സും എനിക്ക് അത്രയും ബൂസ്റ്റ് ചെയ്യും. എനിക്ക് എന്താ പറയുക ഇനിയും വീഡിയോസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ആ ഒരു ഇൻസ്പിറേഷൻ നിങ്ങളിൽ നിന്ന് മാത്രമാണ്, ഒരു സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. കാരണം ഇതത്ര എളുപ്പം പണിയല്ല ഓരോ വീഡിയോസ് എടുത്തിടുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ആരും സപ്പോർട്ട് ചെയ്യാണ്ടാകുമ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ, ഉപകാരപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടു, ഇല്ല എന്തെങ്കിലും മാറ്റം വരുത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ വീഡിയോസ് ഞാൻ ചെയ്യണം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.